നമസ്കാരം സുഹൃത്തുക്കളെ, PSC ബുള്ളറ്റിൻ ഏപ്രിൽ 2024 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ കവി പ്രഭാ വർമ്മയ്ക്ക്. രൗദ്ര സ്വാത്വികം എന്ന കാവ്യഗായികയ്ക്കാണ് പുരസ്കാരം. 15 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് 2ാം സീസണിലെ കിരീടം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് പരാജയപ്പെടുത്തിയത്. മുംബൈ ഇന്ത്യൻസ് ആണ് ആദ്യ കിരീടം നേടിയത്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സക്രിയയ്ക്ക്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ IV ദാസ് പുരസ്കാരത്തിന് M മുകുന്ദനും PN പണിക്കർ പുരസ്കാരത്തിന് ഇയങ്കോട് ശ്രീധരനും അർഹരായി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നീമോയിൽ എത്തുന്ന ആദ്യ സഞ്ചാരിയായി ബ്രിട്ടൻ സഞ്ചാരിയും വ്യവസായിയുമായ ക്രിസ് ബ്രൗൺ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം തേജസ് മാർക്ക് 1A വിജയകരമായി പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം നഫീസ്. നാവികസേന മുൻ മേധാവിയും പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനുമായ അഡ്മിറൽ ലക്ഷ്മി നാരായണൻ രാംദാസ് അന്തരിച്ചു. കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയും വാഗ്മിയും എഴുത്തുകാരനുമായ N രാധാകൃഷ്ണൻ നായർ അന്തരിച്ചു. കഥാകൃത്തും നോവലിസ്റ്റും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ TN പ്രകാശ് അന്തരിച്ചു. പ്രമുഖ തമിഴ് നടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചു. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം 75ാം വയസ്സിലേക്ക് കടന്നു. 1950 ഏപ്രിൽ 1 പ്രവർത്തനം ആരംഭിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ലോക സന്തുഷ്ടി റിപ്പോർട്ട് തുടർച്ചയായി 7ാം തവണയും ഫിൻലാൻഡ് 1ാമത്. 143 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 126ാമതാണ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുപ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യമാണ് ദക്ഷിണ സുഡാൻ. മലയാളത്തിൽ ആദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമയെന്ന ബഹുമതി മഞ്ഞുമൽ ബോയ്സിന്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു. റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി വിനയ് കുമാർ നിയമിതനായി. ദേശീയ അന്വേഷണ ഏജൻസി NIA ഡയറക്ടർ ജനറലായി മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവൻ സദാനന്ദ് വസന്തത്തെയും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് SPG അഡീഷണൽ ഡയറക്ടർ ജനറലായി കേരള കേഡർ IPS ഓഫീസർ സുരേഷ് രാജ് പുരോഹിതിനെയും നിയമിച്ചു. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലീറ്റ് കമ്മിറ്റി അംഗമായി ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ PR ശ്രീജേഷിനെ തിരഞ്ഞെടുത്തു. മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരവും ശ്രീജേഷിന് ലഭിച്ചിരുന്നു. ലോകത്തെ ഏറ്റവും പഴക്കമുള്ളതും വൈവിധ്യമാർന്നതുമായ അന്താരാഷ്ട്ര പാചക കലാമത്സരമായ പാചക ഒളിമ്പിക്സ് 2024 1 സ്വർണവും 2 വെള്ളിയും നേടി മലയാളി ഷെഫ് ശ്രേയ അനീഷ്. ഇത്രയും ക്വസ്റ്റ്യൻ ആണ് പുതിയ PSC ബുള്ളറ്റിന് വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ ശരി, താങ്ക് യു.